നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാറാത്ത രോഗങ്ങൾ, ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് കരുതുന്ന രോഗങ്ങൾ പോലും ശമിപ്പിക്കുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. മുരുക വഴിപാടാണിത്. പിതൃദോഷം മാറുന്ന നക്ഷത്രം എന്താണ് എന്നും പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ക്ഷേത്രമാണ് മുരുകന്റെ പഴനി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ നടത്തുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ആ ഒരു വഴിപാടിന്റെ പ്രാധാന്യം എന്താണ്, ആ വഴിപാട് നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും നമ്മൾ കാണാറുള്ള ഒരു വഴിപാടാണ് തങ്കരഥ വഴിപാട് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചും പഴനിയിൽ ഈ ഒരു തങ്കത്തേർ വഴിപാട് എല്ലാ ദിവസവും നടത്തുന്ന ഒരു വഴിപാട് കൂടിയാണ്. എന്താണ് ഈ തങ്കരഥ വഴിപാടിന്റെ ഒരു പ്രാധാന്യം? അതുപോലെ തന്നെ ഭഗവാന്റെ ഒരു വിഗ്രഹം ആ തങ്കരഥത്തിൽ വെച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു ക്ഷേത്രത്തിലെ രഥം എന്ന് പറയുന്നത് സൂര്യന്റെ ശക്തിയും അതുപോലെ തന്നെ ഗുരുവിന്റെ ശക്തിയും, അതായത് വ്യാഴഗ്രഹത്തിന്റെ ശക്തിയും ഒന്നിച്ചുള്ള ഒരു രൂപമാണ് ക്ഷേത്രത്തിലുള്ള രഥം എന്ന് പറയുന്നത്. സൂര്യന്റെ ശക്തിയെ നമുക്ക് മുഴുവനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിലെ തങ്കരഥ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പഴനിയിലൊക്കെ നമ്മൾ തങ്കത്തേർ വഴിപാട് എന്നാണ് പറയാറുള്ളത്. ഇവിടെ തങ്കത്തേർ എന്ന് പറയുമ്പോൾ തങ്കരഥം എന്നാണ് അർത്ഥം. അപ്പോൾ ആ തേരെന്ന് പറയുന്നത് സൂര്യഭഗവാനെയും തങ്കം എന്ന് പറയുന്നത് ഗുരു ഭഗവാനും അതുപോലെ ആ തങ്കരഥത്തിൽ എഴുന്നള്ളുന്ന ഈശ്വരൻ ആകാശ തത്വവുമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പഞ്ചഭൂതങ്ങളിൽ 4 തത്വങ്ങളെയും ഒന്നിച്ചു ചേർക്കാനുള്ള ഒരു ശക്തി ആകാശ തത്വത്തിനുമുണ്ട്, സൂര്യചന്ദ്രന്മാർക്കുമുണ്ട്. ആകാശ തത്വം എന്ന് പറയുമ്പോൾ അവിടെ സൂര്യചന്ദ്രന്മാർ. ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് തങ്കരഥ വഴിപാട്, അല്ലെങ്കിൽ സ്വർണരഥ വഴിപാടെന്നും പറയാം. സൂര്യഭഗവാൻ ആത്മാകാരകനും അതുപോലെ ചന്ദ്രഭഗവാൻ മനോകാരകനുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 ഗ്രഹങ്ങളെയും സൂര്യചന്ദ്രന്മാരെ ബലപ്പെടുത്തണം. ഈ 2 ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ബലക്കുറവോടുകൂടി നമുക്ക് ഇരിക്കുമ്പോഴാണ് നമ്മളത് പിതൃദോഷമായിട്ട് പറയുന്നത്. ഏതൊരു മനുഷ്യനും നല്ല സമയമാണെങ്കിൽ അയാളുടെ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വലത് മൂക്കിലൂടെയുള്ള ശ്വാസവും അതുപോലെ ഇടത് മൂക്കിലൂടെയുള്ള ശ്വാസവും ഒരുപോലെ പെർഫെക്റ്റായി ഇരിക്കുമ്പോഴാണ് നമ്മൾ ഏതൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ളപ്പോഴും അതൊക്കെ അതിൻ്റെതായിട്ടുള്ള കറക്റ്റായ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ വലത് മൂക്കിലൂടെയുള്ള ശ്വാസവും അതുപോലെ ഇടത് മൂക്കിലൂടെയുള്ള ശ്വാസവും ഒന്നും പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു പകരമായിട്ട് ക്ഷേത്രത്തിലുള്ള തങ്കരഥ വഴിപാട് നടത്തുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലംസ് ഒക്കെ തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. പൊതുവായി പറയുകയാണെങ്കിൽ ഒരു ജീവിതത്തിൽ പിതൃദോഷമുണ്ടെങ്കിലും അല്ലെങ്കിൽ കണ്ണിന് എപ്പോഴും രോഗങ്ങൾ വരുന്നുണ്ടെങ്കിലും മൂന്നാമതായി ഭേദമാക്കാൻ സാധിക്കാത്ത രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള ഭേദമാക്കാൻ സാധിക്കാത്ത രോഗങ്ങൾ, ഇപ്പോൾ ക്യാൻസറൊക്കെ പലർക്കും ഭേദമാക്കാൻ സാധിക്കാറുണ്ട്, എന്നിരുന്നാലും ഭേദമാക്കാൻ സാധിക്കില്ല പൊതുവെ എന്ന് പറയപ്പെടുന്ന എല്ലാ രോഗങ്ങളും ഭേദമാക്കുന്നതിനുള്ള കഴിവുള്ള ഒരു വഴിപാടാണ് തങ്കരഥ വഴിപാടെന്ന് പറയുന്നത്. തങ്കരഥ വഴിപാട് നേർച്ചയായിട്ടൊക്കെ തന്നെ പലരും ചെയ്യാറുണ്ട്. ഓരോ ആവശ്യങ്ങൾ മുരുകനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർണരഥ വഴിപാടോ അല്ലെങ്കിൽ മയിൽ വഴിപാടൊക്കെ പഴനിയിലുണ്ട്. അതൊക്കെ നമ്മുടെ നേർച്ചകളായിട്ടാണ് നടത്താറുള്ളത്. ഈ തങ്കരഥ വഴിപാട് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാമെന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ ഇപ്രകാരമാണെങ്കിൽ നമ്മളത് അശ്വതി നക്ഷത്രത്തിൽ വേണം ചെയ്യേണ്ടത്. അതായത് പിതൃദോഷം മാറുന്നതിന്, നേത്ര രോഗങ്ങൾ മാറുന്നതിന്, ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയപ്പെടുന്ന രോഗങ്ങൾ ശമിപ്പിക്കുന്നതിന് ഒക്കെ അശ്വതി നക്ഷത്രത്തിൽ വേണം തങ്കരഥ വഴിപാട് നടത്തേണ്ടത്. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടം രാശിയിലെ ആദ്യത്തെ നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിന്റെ അതിദേവതമാരെന്ന് പറയുന്നത് അശ്വിനി കുമാരന്മാരാണ്.
അശ്വിനി കുമാരന്മാരെന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇരട്ട ദൈവങ്ങളാണ്. അതായത് അവർ വൈദ്യന്മാരും രോഗശാന്തി നൽകുന്നവരുമായിട്ടാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. സൂര്യദേവനും ഭാര്യ സഞ്ജനയ്ക്കും ഉണ്ടായ മക്കളാണ് ഈ അശ്വിനി കുമാരന്മാർ. അതുകൊണ്ട് തന്നെ കുതിരകളോടുകൂടിയ രഥങ്ങളിൽ സഞ്ചരിക്കുന്നവരായിട്ടാണ് ഇവരെ കാണാൻ സാധിക്കുന്നത്. കുതിരയുടെ മുഖമുള്ള മനുഷ്യരൂപമാണ് ഇവരുടെ ചിത്രം എന്ന് പറയുന്നത്. ദിവ്യ വൈദ്യന്മാരും ആയുർവേദത്തിന്റെ ദേവന്മാരുമാണ് ഇവർ. മനുഷ്യരുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും നീക്കുന്നവരായിട്ടാണ് പുരാണങ്ങളിൽ അശ്വിനി ദേവന്മാരെ കണക്കാക്കുന്നത്. മാത്രമല്ല, മഹാഭാരതത്തിലെ പാണ്ഡവ സഹോദരന്മാരായ നകുലനും സഹദേവനും അശ്വിനി കുമാരന്മാരുടെ മക്കളായിരുന്നു. അശ്വിനി കുമാരന്മാരുമായി ബന്ധപ്പെട്ടുള്ള 2 ക്ഷേത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് തമിഴ്നാട്ടിലുള്ള തൃക്കടയൂർ എന്നുള്ള ക്ഷേത്രമാണ്. രണ്ടാമത്തേത് പഴനിയാണ്. പഴനി എന്ന് പറയുന്നത് അശ്വിനി കുമാരന്മാർ ആകാശ തത്വത്തിലൂടെ പ്രാർത്ഥിക്കുന്ന ഭഗവാനാണ് പഴനിയിലുള്ളത്. പഴനി മലയിലിരിക്കുന്ന ഭോഗസിദ്ധർ എന്ന് പറയുന്നത് സകല രോഗങ്ങളും ഇല്ലാതാക്കുന്ന സിദ്ധർ കൂടിയാണ് ഭോഗസിദ്ധർ. തൃക്കടയൂർ അമൃതഘടേശ്വര ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ പോയി അശ്വിനി കുമാരന്മാരെ ദർശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പഴനിയിൽ പോയി മുരുക ഭഗവാനെ ദർശിക്കാവുന്നതാണ്. പഴനിയിലെ മുരുക ഭഗവാൻ എന്ന് പറയുന്നത് അഗ്നി സ്വരൂപനാണ്. അപ്പോൾ ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിൽ അഗ്നിതത്വം കുറയുമ്പോഴാണ് പല രീതിയിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ അഗ്നിതത്വം കുറയുമ്പോൾ ഏതൊക്കെ ഓർഗൻസിനാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി, വയറ്, കരള്, ഇത് 3ഉം പ്രോബ്ലം ആകാൻ തുടങ്ങും. ഒരു മനുഷ്യന് നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ, ആരോഗ്യപരമായി ജീവിക്കണമെങ്കിൽ ഈ 3 ഓർഗൻസും വളരെ നല്ലതുപോലെ തന്നെ ഫങ്ഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഈ അവയവങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള രോഗങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും മരുന്നുകളാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഈ അവയവങ്ങൾ കൊണ്ടുള്ള ഭേദമാക്കാനാവാത്ത രോഗങ്ങളുള്ളവർ തൃക്കടയൂരിൽ അമൃതഘടേശ്വര ക്ഷേത്രത്തിൽ പോയി അവിടെ ശിവഭഗവാനെയും അഭിരാമി ദേവിയെയും, അഭിരാമി ദേവി എന്ന് പറയുന്നത് പാർവതി ദേവിയാണ്. ഈ അമൃതഘടേശ്വര ക്ഷേത്രം പുരാണങ്ങളിൽ മറ്റൊരു കഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാർക്കണ്ഡേയനുമായിട്ടാണ്. മാർക്കണ്ഡേയന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാർക്കണ്ഡേയന് 16 വയസ്സ് മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. എന്നാൽ മാർക്കണ്ഡേയൻ വലിയൊരു ശിവഭക്തനായിരുന്നു. തന്റെ അല്പായുസ് മാറുന്നതിന് വേണ്ടി ശിവഭഗവാനെ കഠിനമായി തപസ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ മരണദേവനായ യമന്റെ ദൂതന്മാർക്ക് മാർക്കണ്ഡേയന്റെ ജീവൻ അപഹരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ യമൻ നേരിട്ട് മാർക്കണ്ഡേയന്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ മാർക്കണ്ഡേയൻ എന്ത് ചെയ്യും? ശിവലിംഗത്തിനെ ആലിംഗനം ചെയ്ത് ശിവഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ തുടങ്ങും. യമൻ തന്റെ കുരുക്ക് മാർക്കണ്ഡേയന്റെ കഴുത്തിൽ ചുറ്റും. അത് ശിവലിംഗത്തിനെയും കൂടിയാണ് വലയം ചെയ്യുന്നത്. അപ്പോൾ കോപാകുലനായ ശിവഭഗവാൻ ശിവലിംഗത്തിൽ നിന്നും പുറത്തു വന്ന് തന്റെ ഭക്തനെ രക്ഷിച്ചു എന്നുള്ളതാണ് കഥ. മാർക്കണ്ഡേയന് എല്ലായ്പ്പോഴും 16 വയസ്സായിരിക്കും. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരാണ കഥയുള്ള ക്ഷേത്രം കൂടിയാണ് ഈ തൃക്കടയൂർ അമൃതഘടേശ്വര ക്ഷേത്രം. അപ്പോൾ ഇവിടെ അശ്വതി നക്ഷത്രത്തിൽ പോയി വേണം ശിവഭഗവാനെയും ദേവിയെയും ഒക്കെ ദർശിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് വഴി മുൻജന്മ പാപങ്ങൾ നീങ്ങുന്നതിനും പിതൃദോഷം മാറുന്നതിനും ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണിത്. ഇതിന് സാധിക്കാത്തവർക്ക് പഴനിയിൽ ദർശനം നടത്താവുന്നതാണ്. പഴനി മുരുകന്റെ വിഗ്രഹം നവപാഷാണങ്ങൾ കൊണ്ട് ഭോഗർ സിദ്ധറാണ് ഉണ്ടാക്കിയെടുത്തത്. ഭോഗ മഹർഷിയുടെ ഒരു ദേവാലയവും ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറേ ഇടനാഴിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഭോഗരുടെ സമാധി സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. പഴനി മുരുകന്റെ വിഗ്രഹത്തിന്റെ ശക്തിയെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. നവപാഷാണത്തിൽ ഉണ്ടാക്കിയ വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അതിൽ അഭിഷേകം ചെയ്യുന്ന വസ്തുക്കൾ നമ്മൾ പ്രസാദമായി കഴിക്കുന്നത് വഴി നമ്മുടെ സകല രോഗങ്ങളും നീങ്ങിക്കിട്ടും എന്നുള്ളതാണ്. ഇതുകൂടാതെ അശ്വതി നക്ഷത്ര ദിവസം പഴനി മുരുകന് തങ്കത്തേർ വഴിപാട് കൂടി ചെയ്യുകയാണെങ്കിൽ
തീർക്കാൻ പറ്റാത്ത, ഭേദമാക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ഏതൊരു രോഗങ്ങളും മാറിക്കിട്ടും. പഴനി ക്ഷേത്രത്തിൽ സ്വർണരഥ വഴിപാടിന് നമ്മൾ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ്. അശ്വതി നക്ഷത്രം വരുന്ന ദിവസം വേണം അത് ബുക്ക് ചെയ്യേണ്ടത്. പഞ്ചാംഗം നോക്കി അശ്വതി നക്ഷത്രം വരുന്ന സമയം കൂടി നോക്കി വേണം ബുക്ക് ചെയ്യേണ്ടത്. കാരണം സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷമാണ് സ്വർണരഥ വഴിപാട് നടത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അശ്വതി നക്ഷത്രം ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുന്നത്. കാരണം കലണ്ടറിൽ നമ്മൾ അശ്വതി നക്ഷത്രം എന്ന് കാണുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഉച്ച സമയമാകുമ്പോഴേക്കും അശ്വതി നക്ഷത്രം കഴിഞ്ഞിരിക്കും, ഭരണി നക്ഷത്രം തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് പ്രതിവിധിയായി സ്വർണരഥ വഴിപാട് നടത്തുന്നവർ പഞ്ചാംഗം നോക്കി അശ്വതി നക്ഷത്രം ഏത് സമയത്ത്, അതായത് ആ ഒരു ദിവസം സന്ധ്യാസമയത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യേണ്ടത്. ഭേദമാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഏതൊരു രോഗങ്ങളും ഈ പറഞ്ഞ 2 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെങ്കിലും പോയി ഈ വഴിപാടുകൾ ചെയ്യുന്നത് വഴി മാറിക്കിട്ടും. ഇവിടെ ഈ 2 ക്ഷേത്രങ്ങളിലും പോവുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ വേണം പോകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ വേണം പോകേണ്ടത്. ഇവിടെ 2ഇടത്തും ഒന്നിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇതിലേത് ക്ഷേത്രത്തിലാണോ പോകാൻ സാധിക്കുന്നത് അവിടെ പോയി ദർശനം നടത്തിയാൽ മതി. തൃക്കടയൂരിലാണ് പോകുന്നതെങ്കിൽ അവിടെ പോയി ശിവഭഗവാനെയും ദേവിയെയും അവിടുത്തെ എല്ലാ ഉപദേവതമാരെയും ദർശനം നടത്തിയാൽ മാത്രം മതി. എന്നാൽ പഴനിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഭഗവാനെ ദർശനം നടത്തി അവിടെ സ്വർണരഥ വഴിപാട് കൂടി ചെയ്തിട്ട് വേണം തിരിച്ചു വരേണ്ടത്. തങ്കത്തേർ വഴിപാട് ചെയ്ത് ഭഗവാന്റെ ആ തേരിനോടൊപ്പം തന്നെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ദർശനവും നടത്തി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള രോഗങ്ങളും മാറി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.